സംസ്ഥാനത്ത് നേരത്തെ നിശ്ചയിച്ചിരുന്ന സ്വകാര്യ പണിമുടക്കിൽ മാറ്റമില്ലെന്ന് സംയുക്ത സമരസമിതി. ചൊവ്വാഴ്ച മുതൽ സ്വകാര്യ ബസ് അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കും. മന്ത്രിതല ചർച്ചയിൽ തീരുമാനമായില്ല. സമരത്തിൽ 32,000 ബസ്സുകൾ ഭാഗമാകുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു. 22-ാം തീയതി അനിശ്ചിതകാലത്തേക്ക് ബസ് നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സമരരംഗത്തേക്ക് ഞങ്ങൾ പോകുന്നുള്ള കാര്യം. ഞങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ വിദ്യാർത്ഥികളെ കൺസെഷൻ ചാർജ് ₹1 നിന്ന് അതിൻ്റെ കാലോചിതമായ ഒരു മാറ്റങ്ങൾ വരുത്തുക എന്നുള്ള കാര്യത്തിലാണ്. ഗവൺമെൻറ് ഇതിന് യാതൊരു നടപടിക്രമം എടുക്കുന്നില്ല. കോവിഡ് കാലങ്ങൾക്ക് മുമ്പ് 2012-15 കാലഘട്ടത്തിൽ 34,000 ബസ്സുകളുള്ളത് ഇന്നൊരു 7,000-8,000 ചുരുങ്ങി. ഞങ്ങളുടെ ഗവൺമെൻറ് യാതൊരു തർക്കത്തിനോ ഏറ്റുമുട്ടലിനോ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംസ്ഥാനത്തിലെ മുഴുവൻ ബസ്സുകളും ഈ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, എന്തായാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഇപ്പോൾ സമരസമിതി പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ആവശ്യമായി ഉന്നയിക്കുന്നത്? ഇത് സർക്കാർ ഏത് രീതിയിലാകും സ്വീകരിക്കുക? തീർച്ചയായും 22-ന് അനിശ്ചിതകാല സ്വകാര്യ ബസ് പണിമുടക്ക് തീരുമാനിച്ചു എന്ന് തന്നെയാണ് ഉടമകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിതല ചർച്ചയിൽ തീരുമാനമാകാതെ തുടർന്നാണ് ഇപ്പോൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകാൻ തീരുമാനിച്ചതെന്നാണ് സംയുക്ത സമരസമിതി നേതാക്കൾ ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. പ്രധാനമായും വിദ്യാർത്ഥികൾ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക, മാത്രമല്ല സ്വകാര്യ പെർമിറ്റ് പുതുക്കി നൽകാത്ത പ്രശ്നമുണ്ട്, അത് അടിയന്തരമായി പുതുക്കി നൽകുക. മറ്റൊന്ന്, തൊഴിലാളികൾക്ക് PCC സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നുണ്ട്, അതിന് ചില ഇളവുകൾ നൽകുക. അത് മാത്രമല്ല, ഈ ചെലാൻഡ് അടപ്പിക്കുന്നത് വലിയ പിഴ ബസ് ഉടമകൾക്ക് വരുന്നുണ്ട്. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 22-ന് അനിശ്ചിതകാല ബസ് സമരത്തിലേക്ക് സ്വകാര്യ ബസ് ഉടമകൾ പോകുന്നത്. വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യവസായം നടത്തിപ്പോകുന്നത്. അതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ സഹായകരമാവുന്ന രീതിയിൽ ഇടപെടൽ വേണം. അല്ലാത്ത പക്ഷം ബസ് വ്യവസായം അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ പണിമുടക്ക് ഒരു പ്രതിഷേധം എന്ന നിലയിൽ മാത്രമല്ല, നിവൃത്തികേടിന്റെ ഒരു സമരം കൂടിയായിട്ടാണ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഏതു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറാണ്. ഈ സമരം തുടരാനല്ല തങ്ങളുടെ ഉദ്ദേശമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും 22-ന് ബസ് സമരം പൂർണ്ണമായും കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും പങ്കെടുക്കുന്ന സമരം നടക്കുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിക്കുന്നത്. ശരി രതീഷ്, സംസ്ഥാനത്ത് നേരത്തെ നിശ്ചയിച്ചിരുന്ന സ്വകാര്യ പണിമുടക്കിൽ മാറ്റമില്ല എന്നാണ് ഇപ്പോൾ സംയുക്ത സമരസമിതി അറിയിച്ചിരിക്കുന്നത്.